നല്ല മഴയാണ് ഗൈസ് ഇവിടെ. കറണ്ടും ഇല്ല, നല്ല മഴയുമാണ്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ മഴ പെയ്യുന്നത്. ഇതാ ഒരാൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ശരിക്കും തണുത്തിട്ടാട്ടോ പുതപ്പൊക്കെ എടുത്തിട്ടേക്കുന്നത്. നല്ല ഇരുട്ടാണ്, കറണ്ടില്ല. ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, ഫുഡ് വരാൻ ടൈം ആവുകയാണ്. കറണ്ടില്ലാതെ എങ്ങനെ താഴെ പോകുന്നറിയില്ല. ഇതൊക്കെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇതിലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓ കറണ്ട് വന്നു അപ്പോഴത്തേക്കും, ഭാഗ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, താഴെ പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അസൈൻമെൻറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് കേട്ടോ. അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് അണ്ടർലൈൻ മാത്രമല്ല ഓർഡറൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു, സെറ്റാക്കി. അസൈൻമെൻറ്റ് ഒരു 40 പേജ് അത്രയുണ്ട് കേട്ടോ. മൊത്തം സ്റ്റാപ്ലർ അടിക്കാൻ ഭയങ്കര പാടായിരുന്നു, അത്രയും പേജുള്ളതുകൊണ്ട്. ഇനി മാം എന്ത് പറയുമെന്ന് അറിയത്തില്ല. ഒരു അസൈൻമെൻറ്റ് സൈൻ കിട്ടി ഭാഗ്യത്തിന്. ബട്ട് അത് കുഞ്ഞ് അസൈൻമെൻറ്റ് ആട്ടോ, അത് ഒരുപാടൊന്നും ഇല്ല. ഫസ്റ്റ് ഞാൻ കാണിച്ച അസൈൻമെൻറ്റ് അത് കുറേ പേജിൻ്റെ വേണമായിരുന്നു. മറ്റത് കുറച്ചൊരു 10-21 അത്ര പേജ് എങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അസൈൻമെൻറ്റ് അത് ബെഡ് മേക്കിംഗ് ആയിരുന്നു കേട്ടോ. സീനിയേഴ്സിനൊക്കെ നോക്കിയാണ് എഴുതിയത്. അസൈൻമെൻറ്റ് ഫയലില്ല ഗൈസ്, അതുകൊണ്ട് പെട്ടി തന്നെ വെക്കാൻ, രാവിലെ മറക്കാതെ എടുത്ത് ബാഗ് വെക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ മാം ചീത്ത പറയും കറക്റ്റ് സമയത്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ. കിടക്കാൻ പോവാം കേട്ടോ ഇനിയിപ്പോൾ. എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. സ്കെച്ചൊക്കെ വെറുതെ ഇട്ടേക്കുവാണ്. മൊത്തം ഞാൻ മാച്ചതിൻ്റെ ഒക്കെ പൊടി കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്തേക്കാം. മൊത്തം പൊടി കിടക്കാം, റബ്ബറിൻ്റെയും പിന്നെ കൂർമ്പിച്ചതിൻ്റെ ഒക്കെ പൊടി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കാം. എന്നിട്ട് പിന്നെ ഷൂസൊക്കെ ചുമ്മാ കിടക്കാട്ടോ. ഞങ്ങൾ 6 പേര് റൂം യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടേ കുഞ്ഞു റൂമാണ്. അപ്പോൾ ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പെട്ടിയൊക്കെ നടുക്ക് വയ്ക്കാൻ പറ്റില്ല. ഇതാ ഇവിടെയാട്ടോ പെട്ടി വയ്ക്കുന്നത്, തള്ളി കയറ്റി വെക്കണം പെട്ടി. ഇത് കോളേജിൽ നിന്ന് വാങ്ങിച്ചാട്ടോ ഞങ്ങൾ. ജസ്റ്റ് പെട്ടി തരാമോ എന്ന് അവിടെ ചോദിച്ചപ്പോൾ തന്നാണ്. നിങ്ങൾക്ക് റാക്കൊന്നുമില്ല വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബുക്കൊക്കെ വെക്കാനും ഡ്രസ്സ് വെക്കാനൊക്കെ ആയിട്ട് പെട്ടി വാങ്ങിച്ചാൽ. ഈ ബുക്കും മറ്റ് സാധനങ്ങളും ദാ ഇവിടെയാട്ടോ വെക്കുന്നത്. നാളെ എടുക്കാൻ ഓർക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് മഴക്കാറുണ്ട് ഗൈസ്, നല്ല ഇരുട്ടുമുണ്ട്, ചെളിയാണ്. അപ്പോൾ കാല് കഴുകണം. ഈ കാല് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ കാലൊന്നത് കഴുകണം. അപ്പോൾ ഒരാളിതാ കിടന്നുറങ്ങിപ്പോയി, ഹെഡ്സെറ്റൊക്കെ വെച്ച് ഉറങ്ങിപ്പോയി. ഡോറ് കുറ്റിയിടാം, അല്ലെങ്കിൽ മറന്നു പോകും ചില സമയത്ത് ഡോറ് കുറ്റിയിടാൻ വേണ്ടി. ഡോറ് കുറ്റിയിടാം, ജനലടച്ചിടണം. അല്ലെങ്കിൽ പേടിയാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടോയെന്നറിയാം. ഞങ്ങൾക്കിവിടെ ഭയങ്കര പേടിയാണ് ഡോറൊക്കെ കുറ്റിയിട്ടില്ലെങ്കിൽ. വെള്ളമില്ല, അപ്പോൾ ക്യാനിൽ നിന്ന് വെള്ളം നിറയ്ക്കട്ടെ. ഇവിടെ വെള്ളമില്ല ഗൈസ്, ഫിൽറ്റർ കേടായിപ്പോയി. അപ്പോൾ കോളേജിൽ നിന്ന് വെള്ളം ഇങ്ങനെ ക്യാനുകൾ നിറച്ചുകൊണ്ട് തരിക. അപ്പോൾ എല്ലാ റൂമിലും ഓരോരോ ക്യാൻ വെച്ചിട്ടാണ്. ക്യാൻ ഇല്ലാത്ത റൂമാണെങ്കിൽ ക്യാൻ കോളേജുകാർ തരും. ഞങ്ങൾ ക്യാൻ വാങ്ങിച്ചു. ക്യാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടാണ് ഇങ്ങനെ ചിളങ്ങിയിരിക്കുന്നത്. ഇതൊരാളുടെ ബെഡാണ്, ആ കാലം കൊള്ളായിട്ട് കിടക്കുന്നു. കണ്ടോ, ഞങ്ങളുടെ അലക്കുന്ന ബക്കറ്റൊക്കെ താഴെയായിട്ടിരിക്കുന്നത്. വെള്ളം എടുത്ത് വെച്ചില്ലെങ്കിൽ രാത്രി വെള്ളം കുടിക്കാൻ ദാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പണിയാണ്. സോ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കിടക്കാറുള്ളൂ. ഞാൻ അങ്ങനെയായിട്ട് കിടക്കാറ്. നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കിടക്കാറ്. എൻ്റെ വെള്ളത്തിൻ്റെ പൊസിഷൻ അവിടെയാണ് കേട്ടോ. പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ് ഇളക്കിയിട്ടു, പുതപ്പ്. ഒരാൾ കിടക്കുന്നുണ്ട് എൻ്റെ അപ്പുറത്ത്. എനിക്കിനി സെറ്റാക്കണം എൻ്റെ എല്ലാ സാധനങ്ങളും. ഞാൻ ഈ പുതപ്പാട്ടോ പുതയ്ക്കുന്നത്, നല്ല കട്ടയാണ് പുതപ്പിന്. ശരിക്കും ഞങ്ങളതിൻ്റെ മീകളുടെ പുതപ്പെന്നാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പൂച്ചയുടെ പേരാണ്. ആ പൂച്ചയ്ക്കും ആ പുതപ്പിലൊക്കെ കയറി കിടക്കുന്നതെന്നാണ് അവൾ പറയാറ്. സോ അവിടെയാണ് എൻ്റെ എല്ലാ സാധനവും ഞാൻ വെക്കുന്നത് കേട്ടോ. ബ്രഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, എല്ലാം ഞാൻ അവിടെ വെക്കുന്നത്. അവിടെ വെച്ച് സെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യണം. പുറത്തെ ലൈറ്റ്, അകത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ ഒരാളവിടെ കിടക്കുന്നുണ്ട് മേളിൽ. മൊത്തം ഇരുട്ടായി. ഇനി ഫ്ലാഷ് അടിച്ചുകൊണ്ടിരുന്നാൽ ചീത്തയേക്കും. അപ്പോൾ നമുക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. കുറേ നേരം ചെയ്ത് തുടങ്ങുന്നു, ഒന്നും ആയിട്ടില്ല. ദാഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കിടക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കായിരുന്നു. പക്ഷേ എനിക്ക് വേറെ ദാഹം കേട്ടോ. വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.